Hi, I have two more words for you. Drive and ride. പലർക്കും ഞാൻ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുമ്പോൾ ഐ ഗെറ്റ് സം ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ട്രാക്ടിങ് കൺഫ്യൂസിങ് എക്സ്പ്ലനേഷൻ ഓൺ ദാറ്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡ്രൈവ് എന്നുള്ളതും റൈഡ് എന്നുള്ളതും രണ്ടും വണ്ടി ഓടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബട്ട് നമ്മൾ കാറിന്റെ കൂടെ ഡ്രൈവ് നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടാവും. ചിലർ അവിടെയൊക്കെ റൈഡൊക്കെ പറയുന്നുണ്ട്. റൈഡ് നിങ്ങൾ കൂടുതലും ബൈക്ക് അത് നിങ്ങൾക്ക് അറിയാം. ലൈക്ക് ചിലർ പറയും, ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ ട്രാവൽ ലൈക്ക് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ റൈഡ് എന്ന് പറയാം. എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയാം. സോ ഞാൻ ജംഗ്ഷനിൽ ഒരു ചായ കുടിച്ചിട്ട് വെറുതെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു കാറ് പോവാം ആൻഡ് ദേ ആർ എൻജോയിങ് ഇൻസൈഡ്. സോ ഞാനത് കണ്ടു, ഐ സേ ദേ ആർ റൈഡിങ് എ കാർ. അത് തെറ്റാണ്. ഓക്കെ. ആൻഡ് ഞാൻ നിൽക്കുമ്പോൾ അവർ ഒരാൾ സീരിയസ് ആയിട്ട് പോവാണ്, ഞാൻ ചിന്തിക്കുകയാണോ ഇയാൾ എന്തോ സീരിയസിന് പോകുന്നു, സോ ദേ ആർ ഡ്രൈവിങ് എ കാർ. അങ്ങനെയല്ല അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നമ്മളൊരു ക്ലോസ്ഡ് ക്യാബിനിൽ ഇരുന്നിട്ടാണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ഡ്രൈവ് എന്നുള്ളതാണ്. ഓക്കെ. റൈഡ് പറയുന്നത് നമ്മൾ ആ മെഷീന്റെ മുകളിൽ, ഇപ്പൊ നമുക്ക് ഹോഴ്സ് റൈഡിങ് കേട്ടിട്ടുണ്ടാവും, എലിഫന്റ് റൈഡിങ്, സൈക്കിളിലൊക്കെ നമ്മൾ റൈഡിങ് തന്നെയാണ് പറയാം, പെഡൽ ബോട്ട്സ് റൈഡിങ് ഒക്കെയാണ്. ഓക്കെ. നമ്മൾ ഇതിന്റെ മുകളിൽ ഇരുന്നായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. യു വിൽ ബി ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഓക്കെ. നമ്മൾ അതിന്റെ മുകളിൽ ഇരുന്നിട്ടായിരിക്കും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള വാഹനങ്ങളുടെയും ട്രാവലിംഗ് മീഡിയത്തിന്റെ ഒക്കെ കൂടിയാണ് നമ്മൾ റൈഡ് എന്നുള്ളത് ഉപയോഗിക്കുക. ക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനിൽ ഇരുന്നിട്ട്, ഇപ്പൊ കാറ് ബസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ അറിയാം, നമ്മൾ ഒരു നിശ്ചിത സ്പേസിൽ ഇരുന്നിട്ടായിരിക്കും അത് ഓടിക്കുക. ആ സ്പേസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെഹിക്കിൾ കൺട്രോൾ ചെയ്യൽ അത്ര എളുപ്പമാവില്ല. ബട്ട് റൈഡിങ് എന്നുള്ളതിൽ നമുക്ക് അതിന്റെ സീറ്റിൽ മാറിയിരുന്നാലും, ഡ്രൈവർ സീറ്റിൽ നിന്ന് ബാക്കിൽ ഇപ്പൊ പിള്ളേർ കണ്ടിട്ടില്ലേ കാരിയറിലൊക്കെ ഇരുന്ന് ചവിട്ടുന്നത്, സോ അതാ ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ ഇരുന്നാലും അയാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബ്രേക്കിൽ ആക്സസ് ഉണ്ടാവും, പെഡൽസിൽ ആക്സസ് ഉണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്സസ് ഉണ്ടാവും. പക്ഷെ ഡ്രൈവിങ്ങിന്റെ പൊസിഷനിൽ നിന്ന് നമ്മൾ മാറി വേറെ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്സസ് നമുക്ക് കിട്ടില്ല. സോ ഡ്രൈവ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ക്യാബിൽ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ്. റൈഡ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് റൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോകുമ്പോൾ, മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ജീപ്പ് റൈഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവർ ഉദ്ദേശിക്കുന്നത് ജീപ്പിൽ പോകുന്നതിനെയല്ല, അവർ ട്രാവൽ ചെയ്യുന്നുള്ള പർപ്പസിലല്ല ആ റൈഡ് പറയുന്നത്. അവർ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറുവാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ റൈഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ട്രാവൽ ചെയ്യാന്നുള്ള പർപ്പസിലല്ല അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വണ്ടർലയിലൊക്കെ കണ്ടിട്ടില്ലേ റൈഡ്സ്. സോ നമ്മൾ ആ റൈഡിൽ ഇരിക്കുന്നത് നമ്മൾ അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ലൈക്ക് ആ സാധനത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ്ഡ് ഒന്നുമല്ല, നമുക്ക് മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം. നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നു, വി കോൾ ഇറ്റ് റൈഡ് അല്ലേ. അത് എന്റർടൈൻമെന്റ് പർപ്പസ് എന്നുള്ള രീതിയിലാണ് റൈഡ് എന്നുള്ള പറയുന്നത്. നമ്മൾ അതിന് മുകളിലായിരിക്കുന്നത്, സ്റ്റിൽ അതിന്റെ മുകളിലായിരിക്കുന്നത് അല്ലേ. നമ്മളൊരു ക്യാബിനുള്ളിലല്ല. ക്യാബിനുള്ളിൽ വരുമ്പോൾ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഡ്രൈവ് എന്നുള്ള വേർഡ് പറയാം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.